വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സാംസൺ തൻ്റെ ഫിലിസ്ത്യക്കാരി ഭാര്യയെ സന്ദർശിച്ചപ്പോൾ അവളുടെ പിതാവ് അവളെ കാണാൻ അനുവദിച്ചില്ല. അവളെ സാംസൺ വെറുത്തിരുന്നുവെന്ന് മനസ്സിലാക്കി അവളെ മണവാളത്തോളന് നൽകിയെന്ന് പറഞ്ഞു. ഇതിൽ കുപിതനായ സാംസൺ ഫിലിസ്ത്യരുടെ വിളവ് മുഴുവൻ കത്തിച്ചു കളഞ്ഞു. ഇതിന് പ്രതികാരമായി ഫിലിസ്ത്യർ യൂദായിൽ ചെന്ന് പാളയമടിച്ച് ലേഹി പട്ടണം ആക്രമിച്ചു. അവർ സാംസനെ ബന്ധിച്ചു. എന്നാൽ കർത്താവിൻ്റെ ആത്മാവ് അവനിൽ പ്രവേശിച്ചു. അവനെ ബന്ധിച്ച കയർ അവൻ പൊട്ടിച്ചു. ആയിടെ ചത്ത ഒരു കഴുതയുടെ താടിയേല് കിടക്കുന്നത് അവൻ കണ്ടു. അതെടുത്ത് അവൻ 1000 പേരെ അതുകൊണ്ട് കൊന്നു. എന്നിട്ടവൻ ഘോഷിച്ചു, കഴുതയുടെ താടിയേലുകൊണ്ട് ഞാൻ അവരെ കൂനകൂട്ടി. കഴുതയുടെ താടിയേലുകൊണ്ട് 1000 പേരെ ഞാൻ കൊന്നു. ന്യായാധിപന്മാർ 15-ാം അധ്യായം 15-16 തിരുവചനങ്ങൾ. സാംസന് വെള്ളം കിട്ടാതെ വലിയ ദാഹമുണ്ടായപ്പോൾ അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. ദൈവം ലേഹിയിലുള്ള പൊള്ളയായ ഒരു സ്ഥലം തുറന്ന് അതിൽ നിന്ന് ജലം പുറപ്പെട്ടു. അവൻ വെള്ളം കുടിച്ച് ഊർജ്ജസ്വലനായി. സാംസന്റെ 2ാമത്തെ ഭാര്യ ഗാസായിൽ നിന്നായിരുന്നു. ഇതിനു ശേഷമാണ് സോറയ്ക്കുകാരിയായ ദലീലയെ സ്നേഹിച്ച് തൻ്റെ 3ാമത്തെ ഭാര്യയാക്കിയത്. ഫിലിസ്ത്യർ ദലീലയെ സമീപിച്ച് എന്താണ് സാംസന്റെ അമാനുഷികമായ ശക്തിക്ക് കാരണമെന്നും അവൻ്റെ ശക്തി എങ്ങനെ നശിപ്പിക്കാമെന്നും രഹസ്യമായി കണ്ടുപിടിക്കാനും അവൾക്ക് പ്രതിഫലമായി 1100 വെള്ളി നാണയങ്ങൾ നൽകാമെന്നും ഉറപ്പിച്ചു. പലതവണയും സാംസൺ ശരിയായ കാരണം പറയാതെ ദലീലയിൽ നിന്നും രഹസ്യം മറച്ചുവെങ്കിലും അവരുടെ പിടിവാശി മൂലം സാംസൺ അത് വിവരിച്ചു കൊടുത്തു. അവൻ രഹസ്യം തുറന്നു പറഞ്ഞു. ക്ഷൗരക്കത്തി എൻ്റെ തലയിൽ സ്പർശിച്ചിട്ടില്ല. ജനനം മുതലേ ഞാൻ ദൈവത്തിന് ആശീർവദക്കാരനാണ്. മുടി വെട്ടിയാൽ എൻ്റെ ശക്തി നഷ്ടപ്പെട്ട് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും. ന്യായാധിപന്മാർ 16-ാം അധ്യായം 17-ാം തിരുവചനം. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.